നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. എന്തൊക്കെയാണ് മലങ്കര ആരാധന, നിങ്ങൾ വേദപാഠ ക്ലാസ്സിലൊക്കെ തീർച്ചയായിട്ടും അതേപ്പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ ആരാധന എന്ന് പറയുന്നത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ അന്ത്യോക്യൻ പാരമ്പര്യത്തിലുള്ള ഈ ആരാധന എന്ന് പറയുന്നത് നമ്മെ ഒത്തിരിയേറെ സ്വാധീനിക്കുന്നതും സ്പർശിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതുമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആരാധനയാണ് നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനം. നമ്മൾ ഈ വിശുദ്ധ കുർബാനയിലൊക്കെ വന്ന് പങ്കെടുത്ത് പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എനർജി കിട്ടുകയാണ്, ഒരു പവർ, ഒരു ശക്തി അത് കിട്ടി വേണം. നമ്മുടെ പ്രാർത്ഥനകളാണെങ്കിലും ആരാധനയാണെങ്കിലും വിശുദ്ധ കുർബാനയാണെങ്കിലും ഒക്കെ അത് കഴിയുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു ശക്തി നമുക്ക് ലഭിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ യാന്ത്രികമായി നിന്നു പോകും. എങ്ങനെ വേണം ആരാധനയിൽ പങ്കെടുക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ? എങ്ങനെ വേണം എങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് നമുക്ക്, നിങ്ങൾക്ക് വിശുദ്ധ കുർബാന അനുഭവമായിട്ടുണ്ടോ? ഒരു അനുഭവം, അത് വന്നിങ്ങനെ നിന്നേച്ചങ്ങ് പോകുന്ന നമുക്കൊരു അനുഭവം ആയിട്ടുണ്ടോ? എങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് നമുക്കൊരു അനുഭവമായി മാറുന്നത്? പെട്ടെന്ന് പറഞ്ഞേ. ഒരുക്കത്തോടുകൂടി, അല്ലേ? ഒരുക്കത്തോടുകൂടി. ഒരുക്കം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല ഡ്രസ്സൊക്കെ അത് അലക്കി തേച്ച് വൃത്തിയായിട്ട് വരുന്നു, അതാണോ? ഒരുക്കം വളരെ ആവശ്യമാണ്. രണ്ടാം വത്തിക്കാൻ സിനോദോസ് പറയുന്നുണ്ട് എങ്ങനെ വേണം വിശുദ്ധ കുർബാനയെ സംബന്ധിക്കാൻ. രണ്ടാം വത്തിക്കാൻ സിനോദോസ് വിശുദ്ധ ആരാധനക്രമത്തെ പറ്റി പഠിപ്പിക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പേര് രണ്ടാം വത്തിക്കാൻ സിനോദോസ്. 1962 മുതൽ 65 വരെ വത്തിക്കാനിൽ കൂടിയതാണ് രണ്ടാം വത്തിക്കാൻ സിനോദോസ്. 62 മുതൽ 65 വരെ. അതിന് 16 പ്രമാണ രേഖകളുണ്ട് രണ്ടാം വത്തിക്കാൻ സിനോദോസിന്. അതിന് 4 കോൺസ്റ്റിറ്റ്യൂഷൻസ് ആണ്, 3 ഡിക്ലറേഷൻസ് ആണ്, 9 ഡിക്രീസ് ആണ്. 9 ഡിക്രീസ്, 3 ഡിക്ലറേഷൻസ്, 4 കോൺസ്റ്റിറ്റ്യൂഷൻസ്. ആ 4 കോൺസ്റ്റിറ്റ്യൂഷൻസിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ആരാധനത്തെ കുറിച്ചുള്ള കോൺസ്റ്റിറ്റ്യൂഷനാണ്. അത് എന്താണെന്ന് പേരറിയാവോ? പറയട്ടെ. സാക്രോസാന്തം കൊച്ചിയിലും. എന്താണ് സാക്രോസാന്തം കൊച്ചിയിലും? നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് കേൾക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇതൊക്കെ കേട്ടിച്ച് മരിക്കണം. നമ്മുടെ ഇതിന്റെ പേര് സാക്രോസാന്തം കൊച്ചിയിലും. അതിന്റെ 2ാമത്തെ അധ്യായം വിശുദ്ധ കുർബാനയെ പറ്റിയാണ്. അതിന്റെ 1ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ എങ്ങനെ വേണം വിശുദ്ധ ആരാധനയിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ. ഞാൻ പറയട്ടെ, 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അങ്ങനെ ഈ 3 കാര്യങ്ങളിലൂടെ വരുമ്പോഴേ നമുക്കത് അനുഭവമായി മാറുകയുള്ളൂ. വിശുദ്ധ കുർബാനയ്ക്ക് ഒരു അനുഭവമായി നമുക്ക് മാറണമെങ്കിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആവശ്യമാണ്. 1, ഫുൾ പാർട്ടിസിപ്പേഷൻ, മുഴുവനായി പങ്കുചേരുക. മുഴുവനായി പങ്കുചേരുക എന്ന് പറഞ്ഞാൽ എന്താ? മുഴുവനായി എളുപ്പ, ആദ്യം മുതൽ അവസാനം വരെ. അതല്ല, അത് ആവശ്യമാണ്. ആദ്യം മുതൽ പങ്കെടുക്കണം. നമ്മുടെ ആളുകൾ പലരും ആദ്യ ഭാഗങ്ങളൊന്നും, തുവയിലക്കാരിയൊക്കെ പറയും, ഞങ്ങളുടെ നാട്ടിലെ കാര്യം, തുവയിലുകാരെല്ലാം ഇയാളൊക്കെ നേരത്തെ വരുന്നതെന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. തെറ്റായ ധാരണയാണോ ശരിയായ ധാരണയാണോ എന്ന് അറിയുന്നില്ല. മുഴുവനായി പങ്കെടുക്കും. ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ? അതെവിടെ അച്ഛാ? അല്ല, കേട്ടിട്ടില്ലേ? അതെവിടെയാ? ഞാൻ ചോദിച്ചു, ശവസംസ്കാരത്തിനകത്താണോ കല്യാണത്തിനകത്താണോ? നാദാതിന്റെ കേൾക്കാതെ മരിച്ച ധാരാളം മലങ്കര സുറിയാനി കത്തോലിക്കരുണ്ട്. ഇന്ന് വരെ കേട്ടിട്ടില്ല. കാരണം എന്താ? അവരുടെ വീട്ടിൽ പോയി അച്ഛൻ പാടാൻ പറ്റും, പള്ളി വരണം, നമസ്കാരത്തിന്റെ സമയത്ത് പാട്ടാണ്. അങ്ങനെ എത്രയോ പാട്ടുകൾ അതൊന്നും കേൾക്കാതെ ഒത്തിരി പേര് മരിച്ചുപോയി. കാരണം എന്താണെന്നറിയാമോ? അവർ തുടക്കത്തിൽ വരത്തില്ല. ഈ എന്താ പറഞ്ഞ ഈ നമസ്കാര പ്രഭാത പ്രാർത്ഥന, ഇന്ത്യപ്പാച്ചൻ ഇവിടെ ജപമാല ചൊല്ലി, അത് കഴിഞ്ഞിട്ട് പ്രാർത്ഥന ചൊല്ലി, സന്ധ്യാനമസ്കാരം ചൊല്ലി, വിശുദ്ധ കുർബാനയിലെ അത് അതിന്റെ ഭാഗമാണ്. നേരെ കുർബാനയിലോട്ട് കയറുക എന്നുള്ളതല്ല. കുർബാനയ്ക്ക് മുമ്പുള്ള ആത്മീയ ഒരുക്കമാണ് കുർബാന അനുഭവമാക്കുന്നത്. നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നാലോ, ചന്തയിൽ പോയിട്ട് മീൻ മേടിച്ചിട്ട് മീൻ വണ്ടിക്കകത്തോട്ട് വെച്ചിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരുന്നതോ അൻപുടേരുടെ സമയത്ത്. അൻപുടേരയ്ക്ക് മുമ്പുള്ളത് പലർക്കും അറിയത്തില്ല. ഈ പ്രസംഗത്തിന് മുമ്പ് കുർബാനയ്ക്ക് ഇങ്ങനൊരു ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെന്നുള്ളതൊന്നും പലർക്കും അറിയത്തില്ല.
കാരണം വരികയില്ല ആ സമയത്ത്, ഇതൊന്നും കണ്ടിട്ടില്ല. അൻപുടനെയാണ് കുർബാന തുടങ്ങുന്നതെന്നാണ് പലരുടെയും വിചാരം. കുർബാന തുടങ്ങിയോ? പിന്നെ എപ്പോഴും അപ്പൊ ഫുള്ളായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഴുവനായിട്ട് പങ്കെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, തുടക്കം മുതൽ അവസാനം വരെ. ആ തുടക്കത്തിന്റെ കാര്യമാണ് നമുക്ക് പ്രശ്നം. എവിടെ തുടങ്ങുന്നത്? ചിലർക്ക് അൻപുടനെ, ചിലർക്ക് പൗരസ്ത്രീയ, ചിലർക്ക് പ്രസംഗം കഴിയുമ്പോൾ തുടങ്ങുന്നത് എവിടെ? തുടങ്ങുന്നത് ഈ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനയിലാണ്. വിശുദ്ധ കുർബാന തുടങ്ങുക. പ്രാർത്ഥനകൾ 3 തരമുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പറഞ്ഞു പോവാണ്. പ്രാർത്ഥന 3 തരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ഏതൊക്കെയാണ്? ശ്രദ്ധിക്കുന്നത് പറഞ്ഞത് ഏതൊക്കെയാ പ്രാർത്ഥന? പബ്ലിക് പ്രയർ, പിന്നെ ഏതാ? പ്രൈവറ്റ് പ്രയർ, പേഴ്സണൽ പ്രയർ. പബ്ലിക് പ്രയർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? യാമപ്രാർത്ഥനകൾ. നമുക്ക് എത്ര പ്രാർത്ഥന, ഞാൻ ഇടയ്ക്ക് പറഞ്ഞു പോകുന്നുള്ളേ ഉള്ളൂ. നമുക്ക് എത്ര യാമങ്ങളിലുള്ള പ്രാർത്ഥനയുണ്ട് മലങ്കര ആരാധനക്രമത്തിൽ? 5 6 7 തൊഴിലൊക്കെ 7 എത്രണ്ട്? 7. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്. 7 യാമങ്ങളിലാണ് നമ്മുടെ പ്രാർത്ഥന. അതാണ് പബ്ലിക്. അത് നമ്മൾ മുടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പണ്ട് കാലത്തെ പ്രാർത്ഥന പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത്? എല്ലാ യാമങ്ങളിലും ആ യാമത്തിന്റെ സമയം അനുസരിച്ച് പ്രാർത്ഥിക്കണം. കുറെ കാലം കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ടുള്ള പുസ്തകങ്ങളിനകത്ത് 7 പറ്റിയില്ലെങ്കിൽ 4 യാമങ്ങളിലെങ്കിലും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ 7 യാമങ്ങളെ വേണ്ടെന്നുള്ളതല്ല, 2 യാമങ്ങൾ ഒന്നിച്ച്. ഇതിൽ ഈ അവസാന സമയത്തൊക്കെ ഉള്ള പ്രാർത്ഥന പുസ്തകത്തിൽ രാവിലെയും വൈകിട്ടുമെങ്കിലും എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണം എന്ന പുസ്തകത്തിൽ 2 hinges ഓഫ് ദ ഡേ എന്ന് പറയുന്നത്. 2 hinges ഓഫ് ദ ലിറ്റർജിക്കൽ ഡേ. ഹിഞ്ചസ് എന്ന് പറഞ്ഞാൽ ഹിഞ്ചസ് വിജാഗിരി അല്ലേ? ഈ കഥ തൂങ്ങി നിൽക്കുന്ന എന്തായാലും നിങ്ങൾ അതിനെ പിടിച്ചു നിൽക്കുന്നതാണോ? എന്തായാലും വിജാഗിരിയല്ല അല്ലേ? 2 3 വിജാഗിരിയിൽ വെച്ചിട്ടുണ്ട്. അതേലാണ് ആ കഥ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്. നമ്മുടെ ആത്മീയ ജീവിതവും അങ്ങനെയാണ്. പ്രാർത്ഥനയാകുന്ന വിജാഗിരിയിൽ ഇങ്ങനെ നിൽക്കണം. അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് പറഞ്ഞത്. അപ്പം പബ്ലിക് പ്രയർ, യാമപ്രാർത്ഥനകൾ വീടുകളിലൊക്കെ നടത്തണം. യാമപ്രാർത്ഥനകൾ മിനിമം പ്രഭാതത്തിലും സന്ധ്യയിലും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുക, കുടുംബത്തിലുള്ളവർക്ക് സാധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ എന്താണെന്നറിയാമോ? പ്രൈവറ്റ് പ്രയർ. പ്രൈവറ്റ് പ്രയർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ന് തന്നെ ഇവിടെ നിങ്ങൾ പ്രൈവറ്റ് പ്രയർ നടത്തി, പബ്ലിക് പ്രയർ നടത്തി. പ്രൈവറ്റ് പ്രയർ ഏതായിരുന്നു? പ്രൈവറ്റ് ഡിവോഷൻസ്. പ്രൈവറ്റ് പ്രയർ എന്ന് പറയുന്നത് പ്രൈവറ്റ് ഡിവോഷൻസ് ആണ്. അത് ജപമാല, നൊവേന, കുരിശിന്റെ വഴി, മധ്യസ്ഥ പ്രാർത്ഥന, ഇങ്ങനെയൊക്കെയുള്ളതാണ്. അതിനാണ് പ്രൈവറ്റ് ഡിവോഷൻസ്, അതായത് പ്രൈവറ്റ് പ്രയർ. അത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വളരെ ആവശ്യമാണ്. അത് വേണം. നിങ്ങൾ ഇന്ന് അത് നടത്തി. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പബ്ലിക് പ്രയർ നടത്തി. എന്ത്? യാമപ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന അത് നടത്തി. എന്നിട്ടാണ് നമ്മൾ വിശുദ്ധ കുർബാന. അപ്പൊ മുഴുവനായി പങ്കുചേരുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിലല്ല വിശുദ്ധ കുർബാന തുടങ്ങുക. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പുള്ള പ്രാർത്ഥനകൾ ആ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണ്. അപ്പൊ അതുകൊണ്ട് അത് മുഴുവനായി പങ്കുചേരുക. സമയത്ത് വരുന്നതും അതിൽ പങ്കുചേരുന്നതും ഒക്കെ അത് നമ്മുടെ ഒരു ശീലം. ഏതായാലും വരുന്നുണ്ടല്ലോ. നമുക്ക് 10 മിനിറ്റ് മുമ്പ് വന്നാൽ ഇതിന് കുഴപ്പമുണ്ട്. ഏതായാലും വരുന്നുണ്ടല്ലോ. രണ്ടാമത്തെ എന്താണ് നമ്മുടെ അവസരം പഠിക്കാൻ കൗൺസിൽ പറയുന്നത്? ഒന്നാമത്തെ ഏതാണ്? ഒന്നാമത്തെ പെട്ടെന്ന് പറ. ഫുൾ മുഴുവനായി പങ്കെടുക്കുക. രണ്ടാമത്തെ ഏതെന്നറിയാമോ? ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ആക്റ്റീവായി വിശുദ്ധ കുർബാനയിലും ആരാധനയിലും ഒക്കെ നമ്മൾ സംബന്ധിക്കുമ്പോ എങ്ങനെ സംബന്ധിക്കണം? പാസീവായിട്ട് ഇങ്ങനെ ഇരിക്കണം. പാസീവായിട്ട് ഒന്നിനും താല്പര്യം. പള്ളിയുടെ പുറത്ത് വെച്ച് ആരോട് വർത്താനം പറഞ്ഞതാ. പിന്നെ 1.5-2 മണിക്കൂർ പള്ളി തുറന്നിട്ടില്ല. ഒരാമി പോലും താല്പര്യം വരികയല്ല. എടാ, ഇത് ചൊല്ലി കഴിഞ്ഞിട്ട് രാമി പോലും ചിലപ്പോ ഉറക്കുന്നത്. ആക്റ്റീവായിട്ട് പങ്കുചേരുക എന്ന് പറയുന്നത് സജീവമായി നിൽക്കുക. പള്ളിയിൽ ഇങ്ങനെ ഉറക്കം തോന്നി ഇങ്ങനെ നിപ്പൊക്കെ കാണുന്നത് തന്നെ എനിക്ക് ചിലര് നിൽക്കുന്ന കാണുമ്പോ അയ്യോ ഇപ്പൊ ഒരു ഗ്ലാസ് ചൂടുപാലുണ്ടായിരുന്നെങ്കിൽ ആ അണ്ണാക്കിനകത്തോട്ട് കൊണ്ടൊഴിക്കാൻ വരുന്നിരിക്കുന്നു. അയ്യോ ആ നിപ്പൊക്കെ എടുത്ത് ഇച്ചിരി ചൂടുപാലും ഒരു പുഴുങ്ങിയ മുട്ടയും കൂടെ. സജീവമായി നിൽക്കണം. പാസീവായിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്, സജീവമായി. അവിടെ എന്താ നടക്കുന്നത്? വലിയൊരു കാര്യം നടക്കുകയാണ്. അപ്പൊ നമ്മൾ ചിലര് വിശുദ്ധ കുർബാനയൊക്കെ പടിഞ്ഞാറോട്ട്
ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇന്നത്തെ ഞാൻ ഇന്നൊന്നും കണ്ടില്ല, ഇന്ന് അങ്ങനെ നോക്കാനൊന്നും എനിക്ക് സമയം കിട്ടില്ല. ഞാൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചിങ്ങനെ നിന്നോണ്ട് നിങ്ങളൊക്കെ പറഞ്ഞു, ഞാനൊക്കെ അവിടെ നോക്കാറില്ല. അപ്പോ ചിലരെ കുറിച്ചുമാരൊക്കെ പടിഞ്ഞാറോട്ട് എടുത്തോണ്ട് വരും, ഒന്നും സംഭവിക്കുന്നില്ല. അവിടെ ഇങ്ങനെ കൈ കെട്ടി ഒരു നിൽപ്പില്ല പ്രാർത്ഥനയ്ക്ക്. ഇങ്ങനെ കൈയിട്ട് നമുക്ക് ഒന്നിൽ കൈകൂപ്പിയാകാം, അല്ലെ കൈ നെഞ്ചത്ത് വെച്ചാകാം, അല്ലെ കൈ ഉയർത്തിയാകാം. ഇങ്ങനെ ഒരു നിൽപ്പേ ഇല്ല. ചിലരാണ് വരുമ്പം തൊട്ട് ഇത് കെട്ടിയാണ് വെച്ചത്, ഇത് കഴിയത്തോലും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങ് ഇരിക്കുക. പിന്നെ പോകാതെ അച്ഛൻ സമാധാനത്താലെ പോകുമെന്ന് പറയുമ്പോഴാണ് ചടകൊടുത്ത് കൈയൊക്കെ ഒന്ന് അതുവരെ ഇങ്ങനെ ഇരിക്കുകയാണ്. പാസീവായിട്ട് നിൽക്കാൻ പാടില്ല, ആക്റ്റീവായിട്ട് എല്ലാവരും ചൊല്ലണം. എല്ലാവരും കൊയർ മാത്രമല്ല, കൊയറിന്റെ കൂട്ടത്തിൽ കൊയർ പാടുന്ന പാട്ടൊക്കെ എത്രയോ കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന കൂട്ടത്തിൽ പാടുന്നതോ എല്ലാവരും ചൊല്ലണം. പാസീവായിട്ട് നിൽക്കാൻ പാടില്ല. ഒന്നാമത്തെ എന്തായിരുന്നു? ഉറക്കെ പറഞ്ഞു. പുതിയകാര് നല്ല പിള്ളേരാന്നൊക്കെ ഞാൻ ഇവിടെ തുടക്കത്തിൽ 10 മിനിറ്റ് പറഞ്ഞിട്ട് പോകുമ്പോൾ എനിക്ക് അതേ ആശയത്തോടെ പോകണം. ഒന്നാമത്തെ എന്തായിരുന്നു? ഫുൾ. രണ്ടാമത്തേത് ആക്റ്റീവ്. പാസീവല്ല, ആക്റ്റീവ്, സജീവമായി ഇങ്ങനെ നിൽക്കണം. മുമ്പായി കൊടുത്ത പിള്ളേര്, താഴെ നിൽക്കുന്ന പിള്ളേര്, ഇവിടെ നിൽക്കുന്ന ആളുകളെല്ലാം സജീവമായി നിൽക്കണം. ഉറക്കെ ചൊല്ലണം. ഞാൻ ഈ ഉറക്കെ പറയുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ്? നാളെ തൊട്ട് നിങ്ങൾ എല്ലാവരും ഉറക്കെ ചൊല്ലണം. ഞാൻ ഈ നാളെ വൈകുന്നേരത്തെ കുർബാനയായിട്ട് അച്ഛനെ വിളിച്ചു, എങ്ങനെയുണ്ട് ഇവരൊക്കെ? ഓ ഇല്ല, ചമഴ പോലല്ല എന്ന് പറയുന്നത്. ആക്റ്റീവായിട്ട് നിൽക്കണം. മൂന്നാമത്തെ എന്താണെന്നറിയാമോ? മൂന്നാമത്തെ നമുക്ക് പലർക്കും ഇല്ലാത്തൊരു സ്ഥാനം. ഒന്നുമില്ല, രണ്ടുമില്ല, മൂന്നാമത്തെ ഒട്ടുമില്ല. മൂന്നാമത് എന്താണെന്നറിയാമോ? കോൺഷ്യസ് പാർട്ടിസിപ്പേഷൻ. ബോധപൂർവം ആരാധനയിൽ പങ്കുചേരണം. ബോധമില്ലാതിരിക്കാനുള്ള സ്ഥലമല്ല പള്ളി. സുബോധത്തോടെ, ബോധപൂർവം എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എന്താണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരണം. പലരുടെയും ബോധം കെട്ടുപോകുന്നത് ഈ പള്ളിയുടെ വാതിൽ അങ്ങോട്ട് കയറി കഴിയുമ്പോൾ പിന്നെ പോവാ. അങ്ങനല്ല, ബോധപൂർവം നിൽക്കണം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്, എന്താണ് പ്രാർത്ഥിക്കുന്നത്. ഈ കോൺഷ്യസ് പാർട്ടിസിപ്പേഷനകത്ത് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ എപ്പോഴും സ്നേഹിതരോടൊക്കെ പറയുന്നതാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്ത് എന്ന് നമുക്ക് മനസ്സിലാകും. ഞാൻ ഇന്നാൾ ഒരാളുടെ ഒരു പാട്ട് ചുമ്മാതെങ്കിൽ ഞാനിങ്ങനെ ഓരോ പാട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അറിയാമോ പാട്ട്? എപ്പം പാടും? അറിയാമോ? എന്താണെന്ന് അറിയുന്നില്ല. നമ്മളിങ്ങനെ ട്യൂണ് പാടി പോവാ. പാട്ടിന്റെ വരികളിലൂടെ, വരികളുടെ അർത്ഥത്തിലൂടെ ഒന്നും നമ്മൾ പോകുന്നില്ല. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചൊല്ലുന്നില്ല. എന്ത്? പാടുന്ന പാട്ടിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി വേണം നമ്മൾ ചൊല്ലാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച എവിടെയോ പോയപ്പോൾ ഞാൻ പള്ളി പറഞ്ഞു, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു പാട്ട് നിങ്ങൾ എന്ത് ചൊല്ലുന്നില്ല, എല്ലാം ഞായറാഴ്ച ചൊല്ലുന്നതാണ്. കാലേ കണ്ടു സത്യം നിലനിൽക്കും. നിങ്ങൾ പാടിയേ. ഞങ്ങളുടെ നാട്ടിൽ അതേ ചൂട് തന്നെയാണ് നിങ്ങൾ പാടുന്നത്. എല്ലാവർക്കും ചൂട് അറിയാം. പക്ഷെ എന്താ കാലേ കണ്ടു, കാലേ കണ്ടു. എന്ത്? കാലങ്ങളായിട്ട് മനുഷ്യൻ യുഗങ്ങളായിട്ട് കണ്ടു സത്യം നിലനിൽക്കും. സത്യം മാത്രമേ നിലനിൽക്കൂ. കാലേ കണ്ടു സത്യം നിലനിൽക്കും. എന്താ സത്യം? നശ്വരമാണി ഭൂ. ഭൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിടെ ഈ പാട്ടിന് വേണ്ടി ഒന്ന് മുറിച്ചിരിക്കുകയാണ്. അടുത്ത ലൈനിലൂടെ കയറി വരുമ്പോഴേ അർത്ഥമുള്ളൂ. എന്ത്? നശ്വരമാണി ഭൂവെന്നും സഹവേ. എന്താണ് സത്യം? കാലേ കണ്ട സത്യം എന്താണ്? നശ്വരമാണ് ഈ ഭൂവ്. ഈ ഭൂമി നശ്വരമാണ്. ആര് കണ്ടു? നശ്വരമാണ് ഈ ഭൂവെന്നും ആര് കണ്ടു? സഹവേര് കണ്ടു. നശ്വരമാണ് ഈ ഭൂവെന്നും സഹവേർ കണ്ടതിനാ. പിന്നെന്താ അവര് കണ്ടത്? മായതാം ധനസ്വത്ത്.
നശ്വരമാണ്, ധനവും സ്വത്തും ഒക്കെ മായയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് ആണോ എന്ന് പറഞ്ഞ് ജീവിക്കല്ല. കണ്ടതിന് മാറിയതാണെന്ന് സ്വത്തല്ല. എന്നിട്ട് അവൻ എന്ത് ചെയ്തു? വിട്ടു, അതെല്ലാം വിട്ടു. ഭൂമി, അസുരമായിട്ടുള്ള ഭൂമി, ധനവും സ്വത്തും ഒക്കെ വിട്ടു. പിന്നെ എന്ത് ഇഷ്ടപ്പെട്ടു? വിട്ടിഷ്ടപ്പെട്ടവ. അത് വിട്ടു. പിന്നെ ഇഷ്ടപ്പെട്ടത് എന്താണ്? ഇഷ്ടപ്പെട്ടവ ദൈവസ്നേഹാൽ, ദൈവസ്നേഹത്താൽ. അതാണ് സാധകന്മാരെ വിശുദ്ധരെ പറ്റി, രക്തസാക്ഷികളെ പറ്റിയൊക്കെ പറയുന്നത്. അതാണ് അവരിതെല്ലാം വിട്ടു. അവർ ഈ സത്യം മനസ്സിലാക്കി ഇതെല്ലാം വിട്ടു. പിന്നെന്ത്? വിട്ടിഷ്ടപ്പെട്ടവ ദൈവസ്നേഹാൽ മരണമതേറ്റതിനാൽ അവർ നമ്മൾക്ക് ആശ്രയമാകട്ടെ. ഇതെല്ലാം മനസ്സിലാക്കി അതെല്ലാം വിട്ട് ദൈവസ്നേഹത്തിൽ മരണം സ്വീകരിച്ചവരുടെ അവർ നമ്മൾക്ക് ആശ്രയമാകട്ടെ. നമ്മള് എന്തുമാത്രം പാട്ടുകൾ ഇങ്ങനെ വെറുതെ പാടുന്നു. ചൊന്നീശൻ ശിഷ്യഗണത്തോട് സത്യവെളിച്ചം ഞാൻ തന്നെ ഇതിലെന്നും വാസം ചെയ്യോരെ. ചൊന്നീശ ശിഷ്യഗണത്തോട് സത്യവെളിച്ചം ഞാനാണ് വെളിച്ചം, സത്യ വെളിച്ചം. ഇതിലെന്നും വാസം ചെയ്യുവോരെ ഒരിക്കലും ഇരുള് പിടികൂടില്ല, അന്ധകാരം പിടികൂടില്ല. കാരണം എന്താ? കർത്താവിന്റെ പ്രകാശം അതിൽ നിൽക്കുന്നവർക്ക് അന്ധകാരം പിടികൂടില്ല. ഞാൻ പറയുന്നത് രണ്ട് പാട്ടിനെ അർത്ഥമുള്ളൂ എന്ന് വിചാരിക്കരുത്. അച്ഛൻ അന്ന് രണ്ട് പാട്ടിന് നമ്മുടെ ആരാധനയുടെ അർത്ഥം എല്ലാ പാട്ടിനും ഉണ്ട്. ആ പാട്ടിന്റെ അർത്ഥം നമ്മൾ കണ്ടുപിടിക്കണം, ചൊല്ലുന്ന കൂട്ടത്തിൽ തന്നെ കണ്ടുപിടിക്കണം. സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശ്വാസ പ്രമാണം ഇതങ്ങ് ഈ കാളമൂത്രം പോലെ ഇതെങ്ങനെ ചൊല്ലുന്നല്ലാതെ. നമ്മുടെ വിശ്വാസത്തിന്റെ ഫോർമുലയാണ് വിശ്വാസ പ്രമാണം. ഒരു ക്രൈസ്തവന്റെ, ഒരു ക്രിസ്ത്യാനി അവൻ വിശ്വസിക്കേണ്ടുന്ന അടിസ്ഥാന പ്രമാണങ്ങളാണ്. സർവശക്തനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു, രക്ഷകനായ പുത്രനെ ഞാൻ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു, സഭയിൽ ഞാൻ വിശ്വസിക്കുന്നു, പാപമായിട്ടുള്ള മാമോദീസ ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചവരുടെ ഉയർപ്പിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാം നമ്മൾ ബോധപൂർവ്വം ചൊല്ലേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഫുൾ പാർട്ടിസിപ്പേഷൻ. രണ്ട്, active participation. മൂന്ന്, conscious participation. The participation of the faithful in the holy liturgy, the holy Eucharist should be full, active and conscious participation. Then only we experience the liturgy. എങ്കിൽ മാത്രമേ നമുക്കിത് അനുഭവമായി മാറുകയുള്ളൂ. നമുക്കിത് അനുഭവം അല്ലാത്തതുകൊണ്ട് എന്താ? നമ്മൾ ഇതിങ്ങനെ യാത്രയുമായിട്ട് നമുക്കൊന്നും തോന്നുന്നില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, ഒരു വിഷമം പറഞ്ഞു. അമ്മച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛോ എനിക്കൊരു പ്രയാസം പറയാനുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാവുന്ന അമ്മച്ചിയാണ്. അമ്മച്ചി പറഞ്ഞു, എനിക്കൊരു പ്രയാസം പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മച്ചി, അച്ഛൻ അറിയാവുന്ന ആളാ. ആ ആള് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ കടം മേടിച്ചു. ഒരു മാസം കഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞാൽ മേടിച്ചത്. തരുന്നില്ല. ഞാൻ ചോദിക്കുമ്പോൾ തരാം അമ്മച്ചി, തരാം, അടുത്ത മാസം തരാം. പിന്നെ ചോദിക്കുമ്പോൾ പറയും, തരാം അമ്മച്ചി, തരും, ഞാൻ തരും, അടുത്ത മാസം തരാം. ഇങ്ങനെ പറഞ്ഞു പോവാണ്. 5-6 മാസമായിട്ടും കൊടുക്കുന്നില്ല. പിന്നെ ചോദിക്കുമ്പോഴൊക്കെ തെറി പറയാൻ തുടങ്ങി. കൊടുത്തതും പോലെ വാങ്ങിച്ചതും പോലെ ഈ അമ്മച്ചി തെറി പറയാ. ഈ വിഷമം പറയാനായിട്ടാണ് അമ്മച്ചീൻ്റെ അടുത്ത് വന്നത്. അമ്മച്ചീനോട് പറഞ്ഞു, അച്ഛാ ഈ വിഷയം പറഞ്ഞിട്ട് ഞാൻ അമ്മച്ചി എത്രയും കൊടുത്തത്, എന്നെ കണ്ടിട്ട് അമ്മച്ചി കൊടുത്തത്. അന്നേരം അമ്മച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. അച്ഛാ, എല്ലാ ദിവസവും പള്ളിയിൽ വരുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന അദ്ദേഹം എന്നെ പറ്റിക്കുമെന്ന് ഞാൻ വിചാരിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുന്ന ആള് എന്നെ പറ്റിക്കുമോ? എനിക്കതൊരു ഭയങ്കര, ഈ അമ്മച്ചിയുടെ ആ ഒരു ഇതെന്നെ പലപ്പോഴായിട്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമ്മച്ചി കുർബാനയിൽ പങ്കുചേരുന്ന, കുർബാന സ്വീകരിക്കുന്ന ഒരാൾക്ക് വഞ്ചിക്കാൻ പറ്റില്ല. അതാണ് നമുക്കതേ പറ്റും. കുർബാന കഴിഞ്ഞാൽ കുർബാന കഴിയാൻ നോക്കിയിരിക്കുകയാണ് ചിലപ്പോൾ നമ്മള്. ഇതൊന്നും നമ്മൾ തൊടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് അനുഭവമായി മാറുന്നവന് ഇതൊക്കെ. ഈ അടുത്ത കാലത്ത് കോട്ടയത്ത് ഒരു ലോട്ടറി വിൽക്കുന്ന ഒരു തള്ളയുടെ ലോട്ടറി വിറ്റുകൊണ്ട് അവര്
അവരുടെ ലോട്ടറി കണ്ണ് കാണാൻ വയ്യാത്ത സ്ത്രീ നിങ്ങൾ വായിച്ചില്ലേ? പത്രം വരുന്നില്ലേ? ആ, വായിച്ചു. അപ്പോൾ ഇവരോട് എന്നിട്ട് ഇവരെ കള്ളനെ പിടിച്ചോണ്ട് വന്നു. കണ്ണ് കാണാൻ പറ്റുന്നില്ല. ഇവൻ കളിപ്പിച്ചെടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ കള്ളനെ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞിട്ട് ഈ അമ്മച്ചിയോട് പറഞ്ഞു, നമുക്ക് അമ്മച്ചി കിട്ടി, ആളെ കിട്ടി എന്നൊക്കെ പറഞ്ഞു. എങ്ങനെ കിട്ടിയേ? ഒരു പെട്ട്യാമറ ഉണ്ടായിരുന്നു അമ്മച്ചി. അമ്മച്ചിയോട് ആരോട് പറഞ്ഞു, അമ്മച്ചിയെ കളിപ്പിക്കും, ഈ നാട്ടിലൊക്കെ എല്ലാവരും കളിപ്പിക്കുകയാണ്. അവിടെ ലോട്ടറി കഴിച്ചിട്ട് പോകും. അവിടെ അമ്മച്ചി പെൺക്യാമറ ഫിറ്റ് ചെയ്ത് പെൺക്യാമറ ഫിറ്റ് ചെയ്തിട്ട് ആ പെൺക്യാമറ വെച്ചാണ് ഈ കള്ളനെ പിടിച്ചോണ്ട് പോലീസുകാർ വന്നോണ്ടേ അമ്മച്ചോട് പറഞ്ഞു, അമ്മച്ചി പറഞ്ഞു എന്താ ചെയ്യേണ്ടത്? അമ്മച്ചി പറഞ്ഞു ഒന്നും ചെയ്യണ്ട. എന്താന്ന് ചോദിച്ചു പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നതാണ്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാന. ഇതാണ് അനുഭവം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ എന്നും ചെയ്യുന്ന ഈ കാര്യത്തിന് നമുക്കൊരു അനുഭവമാകാൻ നമ്മൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കും. നമ്മൾ പരിശ്രമിച്ചെങ്കിലേ അത് നടക്കുകയുള്ളൂ എന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ നമ്മുടെ വിശുദ്ധ കുർബാനയുടെ ക്രമവും ഘടനയും കൂടി പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഏതായാലും തുടങ്ങിയത് കുർബാനയിൽ നമ്മൾ പങ്കുചേരുമ്പം എങ്ങനെ കുർബാന പങ്കുചേരുമ്പോഴാണ് അത് അനുഭവമായി മാറുന്നതെന്നും എങ്ങനെ അനുഭവമായി മാറുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ സ്വാധീനിക്കുന്നതും പരിവർത്തനപ്പെടുത്തുന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചത്. നമ്മുടെ കുർബാന, സുറിയാനി പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്?